ഞാനിപ്പോൾ ആറ്റിങ്ങൽ പോളിടെക്നിക്കിലാണുള്ളത്. അവിടെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വന്നതാണ്. ഇതാണ് ആറ്റിങ്ങൽ പോളിടെക്നിക്കിൻ്റെ ക്യാമ്പസാണ്. ഇപ്പോൾ പരീക്ഷ നടക്കുന്നതുകൊണ്ട് കുട്ടികളൊന്നുമില്ല. ഈ കാണുന്ന ഡിവോക്കിൻ്റെ കുട്ടികളാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണാം ഒരു പച്ച കളറടിച്ച ഒരു വണ്ടി കിടക്കുന്ന ഒരു റിക്കവറി വാനെന്ന് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയാണ്ട് നോക്കിയപ്പോൾ കാണാം അതിൻ്റെ മുകളിലൊരു 3 ഓട്ടോറിക്ഷയും കാണുന്നുണ്ട്. ഇതാണ് 3 ഓട്ടോറിക്ഷ. ഇത് പാസഞ്ചർ വെഹിക്കിളാണ് ഈ ആദ്യം കാണുന്ന 2 എണ്ണം. ഇതിൻ്റെ അപ്പുറത്തൊരെണ്ണം ഉണ്ട്, ഒരെണ്ണക്ക് ഇരിക്കാന്നേ ഉള്ളൂ. ഇത് സാധനങ്ങളെ കൊണ്ടുപോകുന്ന പെട്ടിയോട്ട കണക്കൊരു സാധനമാണിത്. അപ്പോൾ ആ നിൽക്കുന്നത് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. ഇതെന്താ സംഭവം എന്ന് പുള്ളിയെടുക്കെന്ന് ചോദിച്ചു നോക്കാം. അദ്ദേഹമാണ് പ്രേംജിത്ത്, ഇവിടുത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പുള്ളിയുടെയൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ സംഭവം ഇവിടെ 2-3 ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം എന്ന് പറയാമോ? കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസിയുണ്ട്, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. അപ്പോൾ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക്ക് കോയമ്പത്തൂരുള്ള ആക്സിയോൺ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ 2 വീലർ 3 വീലർ അസംബ്ലി മാനുഫാക്ചറിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവുമായിട്ട് ഒരു കരാർ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്ലാന്റിൽ നിന്ന് അവർ സോഴ്സ് ചെയ്യുന്ന പാർട്സ് ആറ്റിങ്ങൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ എത്തിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളുടെ സേവന ഫലമായിട്ട് അധ്യാപകരുടെ സൂപ്പർവിഷനോടുകൂടി അതിനെ അസംബിൾ ചെയ്ത് വാഹനമാക്കി മാറ്റിയതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 ഓട്ടോറിക്ഷകൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാണുന്നത്. ഇത് കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുമല്ലേ? കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ഇത് ഒരു ഓട്ടോറിക്ഷ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1500 രൂപ കുട്ടികൾക്ക് ഒരു ഓട്ടോറിക്ഷയുടെ അസംബിളിങ് ചാർജായിട്ട് കിട്ടും. അത് ഒരു 8 മണിക്കൂർ കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്ക് അത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഈ കമ്പനി കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ എവിടെ ഈ കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും തൊട്ടടുത്തുള്ള ഒരു പോളിടെക്നിക്കിൽ അവർക്ക് പോയി അവരുടെ പാർട്സ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ സേവനത്തോടു കൂടി അവർക്ക് ആ വാഹനം അസംബിൾ ചെയ്ത് അവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ 75ഓളം വാഹനങ്ങൾ കോഴിക്കോട്ടുള്ള KGPT എന്ന് പറയുന്ന പോളിടെക്നിക്കിൽ ഇപ്പോൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവർകൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ടാകും. അതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നത് 2022 ആണ്ടിൽ ഒരു IOCയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവൽ ഇനാഗുറേഷൻ നടന്ന ഒരു പോളിടെക്നിക്കാണ് ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ. അതിനെക്കുറിച്ച് എന്താ പറയാമോ? സ്റ്റേറ്റ് ലെവൽ ഇനാഗുറേഷൻ നടന്നത് നമ്മുടെ പോളിടെക്നിക്കിലാണ് നടന്നത്. IOCയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോജക്റ്റിൽ അത് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ ഒരു പ്രോജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ ഒരു ഓട്ടോറിക്ഷയുടെ അസംബ്ലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇതുപോലെ തന്നെ 100 കണക്കിന് പ്രോഡക്റ്റുകൾ നമുക്ക് വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി മാർക്കറ്റിൽ കൊണ്ടുവരാവുന്നതുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ 3 വാഹനങ്ങൾ. ആറ്റിങ്ങൽ പോളിയിൽ ഇതല്ലാതെ വേറെ ഏതൊക്കെ IOC ആണുള്ളത്? ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ ഇതല്ലാതെ പിന്നെ ഫാം മെഷീനറി ഉണ്ടാക്കാനുള്ള ഒരു IOC യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരികയുണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ വേറെ വീഡിയോ വാളിൻ്റെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അവർ നടത്തിയിട്ടുണ്ടെന്നാണ്. അത് ഈ ഗവൺമെൻറ് ഓഫീസുകൾ എല്ലായിടത്തും പൊതുജനങ്ങൾക്ക് അവരുടെ അറിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വലിയ വീഡിയോ വാളുകളുടെ നിർമ്മാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് മുഴുവൻ ഇവിടെ ഇറക്കി പെൺകുട്ടികളാണ് അത് അസംബിൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും പിന്നെ തൊഴിൽപരമായ പരിചയവും ഈ രീതിയിൽ കൂടെ നേടുവാൻ കഴിഞ്ഞു എന്നുള്ള വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് നമ്മുടെ ആറ്റിങ്ങൽ പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഷാജിൽ സാറാണ്. ഷാജിൽ സാറിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഇത്തരം ഒരു മഹത്തായ ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തി. അപ്പം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രേംജിത്ത് സാറാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന് 3 ഓട്ടോറിക്ഷകൾ ഇവിടെ കൊണ്ടുപോയാണ് ഇവിടെ അസംബിൾ ചെയ്ത ഓട്ടോറിക്ഷയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് അസംബിളിങ്ങിന് പഠിക്കാനും പറ്റി, അതിനോടൊപ്പം തന്നെ അവർക്ക് സ്റ്റൈഫൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പം പഠനത്തോടൊപ്പം തന്നെ ഈ ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്, അത് കേരള സർക്കാരിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 ഓട്ടോറിക്ഷകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്.